Hi, hello guys. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. അതിലുപരി നിങ്ങളുടെ കുറേ കമൻസിന് റിപ്ലൈ തരുന്നതാണ്. കുറേ പേര് സ്റ്റഡി ടിപ്സും രാത്രി പഠിക്കുന്ന എങ്ങനെയാണെന്നും SSLC സ്റ്റഡി ടിപ്സും ഓണം എക്സാം പ്ലാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ എക്സാമിന് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടാക്കും. ഒരു ഡയറി എടുത്തിട്ട് അതിൽ ഞാൻ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, ഓരോ വിഷയങ്ങളും എഴുതിയിട്ട് എത്ര ചാപ്റ്റർ എക്സാമിനുണ്ട്, എത്ര എണ്ണം ഞാൻ പഠിച്ചു, എത്ര എണ്ണം ഞാൻ റിവൈസ് ചെയ്തു എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്യാറുണ്ട്. സോ ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫുൾ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 10th-കാർക്കാണെങ്കിലും അതിന് താഴെയുള്ള ക്ലാസ്സുകാർക്കാണെങ്കിലും. +1 +2 അത്ര ഈസി ആയിട്ട് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിൽ വെച്ചാൽ നടക്കും. കുറച്ച് പഠിച്ചാൽ മതി, നന്നായിട്ട് പഠിച്ചാൽ മതി. +1-ന് ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല, എനിക്കറിയില്ല. സോ എന്തായാലും SSLCയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കുറേ യൂട്യൂബ് ചാനൽസ് നല്ല ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എജുപോർട്ട് ആണെങ്കിലും എക്സാമിനർ, സൈലം, അങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഞാൻ എക്സാമിനറാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എക്സാമിനറിൻ്റെ ബാച്ചിലും ഉണ്ടായിരുന്നു. 10th ലക്ഷ്യ ബാച്ചിൽ അവരുടെ ഗൈഡൊക്കെ യൂസ് ചെയ്തായിരുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗൈഡും ഞാൻ PYQ ഒക്കെ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം നല്ലതായിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അവർ നന്നായിട്ട് PYQ ഓറിയൻ്റ് ആയിട്ടും കോൺസെപ്റ്റൊക്കെ നല്ല ക്ലിയർ ആക്കിയാണ് പഠിപ്പിക്കുന്നത്. സോ ഇപ്പോൾ അവരും എന്തോ സ്റ്റഡി ചലഞ്ച് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിലും നല്ല യൂസ്ഫുൾ ആണ്. ഇനി 10th ആണെങ്കിലും ഏത് ക്ലാസ് ആണെങ്കിലും മാക്സിമം ബാക്ക്ലോഗ്സ് ഒഴിവാക്കുക. അത്യാവശ്യം പെൻഡിങ് ഇടാതെ തന്നെ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും ഈ ജേർണി. അല്ലെങ്കിൽ ഇട്ട് നമ്മൾ പാടുപെടും. പിന്നെ ഗോ ത്രൂ PYQ ഉണ്ടെങ്കിൽ തന്നെ ഈസിയാണ്. 10th നന്നായിട്ടും പഠിച്ച് മാർക്ക് വാങ്ങിക്കാം. ലീവ് സമയത്തൊക്കെ ഇരുന്ന് പഠിക്കാൻ നമുക്ക് മടി ഉണ്ടായിരിക്കും. പക്ഷെ ഓണം വെക്കേഷനൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടിരുന്ന് റെസ്റ്റൊക്കെ എടുക്കാം. ഇപ്പം നന്നായിട്ടിരുന്ന് പഠിക്കാം എന്നുള്ള കാര്യമൊക്കെ ഓർക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. സ്റ്റഡി കൺസിസ്റ്റൻ്റ്ലി, ഗോ ത്രൂ PYQ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫുൾ ഡേ പഠിക്കണമെങ്കിൽ അതിൻ്റെ തലേദിവസം പ്ലാൻ ചെയ്യുന്നത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ടു ഡു ലിസ്റ്റ് എഴുതുന്നത്, പ്ലാൻ ചെയ്യുന്നത്, പിന്നെ അത് നമ്മുടെ മൈൻഡ് സെറ്റും വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഫുൾ ദിവസം ഇരുന്ന് പഠിക്കണമെങ്കിലേ പോർഷൻ തീരുള്ളൂ എന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഡിസ്ട്രാക്റ്റ് ആവാതെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈസിയാണ്. പിന്നെ നിങ്ങൾ എന്തായാലും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഏത് വിഷയം ആയിക്കോട്ടെ PYQ ചെയ്യുന്നത് നല്ലതാണ്. ആ സമയത്ത് നിങ്ങൾ പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് അതിലിങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം നോട്ട്ബുക്ക് ആണെങ്കിൽ വലുത് വാങ്ങിക്കുകയാണെങ്കിൽ അത് കുറേ നാളുണ്ടാവും. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് അങ്ങനെ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ചെയ്ത് പഠിക്കാതെ ഒന്നും നടക്കില്ല. എനിക്ക് ഫുൾ A+ കിട്ടിയപ്പോഴൊക്കെ കിട്ടിയ മൊമെൻ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എനിക്കറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം, പറഞ്ഞുതരാം. അല്ലെങ്കിൽ വലിയ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ എനിവേ, നമ്മൾ പഠിക്കുമ്പോഴുണ്ടല്ലോ ബ്രേക്ക് എടുക്കുമല്ലോ. എനിക്കിത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലായതാണ്. നമ്മളിങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്തുണ്ടല്ലോ വെളിയിൽ പോയി കുറച്ച് നേരം ഇരിക്കുന്നോ അല്ലെങ്കിൽ കുറച്ച് നേരം വീടിൻ്റെ സൈഡിലൂടെയൊക്കെ നടക്കുന്നതൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനിരിക്കും അധികം മടി ഉണ്ടാവില്ല. ഫോണിൽ കളിക്കുമ്പോഴാണ് നമ്മൾ സമയം പോകുന്ന അറിയത്തേ ഇല്ല. ഒരു 5 മിനിറ്റ് നോക്കാമെന്ന് പറഞ്ഞ് എടുക്കുന്നതായിരിക്കും. പക്ഷേ അത് ചിലപ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ബ്രേക്ക് എടുക്കുമ്പോൾ ഫോണിൽ കളിക്കാതിരിക്കാം മാക്സിമം. എങ്കിൽ നമ്മുടെ ആ അടുത്ത സ്റ്റഡി സെഷനിൽ നമുക്ക് ഒരുപാട് മടി വരില്ല. പിന്നെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമ്മൾ ഫോണിൽ ഒരുപാട് കളിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഫോക്കസിനെ അത് ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോണിൽ കളിച്ചിട്ട് ഫോണിലൊക്കെ നോക്കാം, പക്ഷെ അധികമായാൽ അമൃതം വിഷവും നമ്മൾ ഓർക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓൺ ക്ലിക്ക് ചെയ്യുക. വി ആർ ഇൻ ദ റോഡ് ടു 2K. സോ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഗൈസ്.